കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രത്തോളം നമ്മെ കർത്താവ് സഹായിച്ചു. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപാകടാക്ഷവും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ അദൃശ്യമായ ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. അത് അനുഭവിച്ചുള്ള ധാരാളം പ്രിയപ്പെട്ടവർ വേദപുസ്തകത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നാം അത് വേണ്ടതുപോലെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതാ 29-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നു, എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. അപ്പോൾ ഇയ്യോബ് ദൈവത്തിൻ്റെ സഖ്യത, സാന്നിധ്യം ധാരാളം അനുഭവിച്ചിരുന്നൊരു വ്യക്തിയാണ്. സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ കൂടെ അവൻ്റെ വാസസ്ഥലത്ത് വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. പണ്ട് ഏദൻ തോട്ടത്തിൽ അങ്ങനെയൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അവൻ പല സന്ദർഭങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരും. കാരണം നമുക്കത് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഒരു അദൃശ്യമായ ശക്തി നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് നിശ്ചയമായും തോന്നും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇയ്യോബ് പറയുന്നത് പണ്ട് തൻ്റെ ജീവിതത്തിൽ, പണ്ടെന്ന് പറഞ്ഞാൽ തനിക്കൊരു ദുരവസ്ഥ വരുന്നതിന് മുൻപ് തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് വസിക്കുകയും ചെയ്ത ആ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായെങ്കിൽ കൊള്ളായിരുന്നുവെന്നാണ് ഇയ്യോബ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാണ്. വിശുദ്ധരായിരിക്കുന്നവർക്ക് ദൈവം നല്ലവനാണ്. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവം ഒരിക്കലും അശുദ്ധിയുള്ള ഇടത്ത്, ദുഷ്ടതയുള്ള ഹൃദയമുള്ള മനുഷ്യൻ്റെ അടുത്ത്, വഞ്ചനയും ചതിവും കാണിക്കുന്ന മനുഷ്യൻ്റെ അടുക്കൽ ഒന്നും ദൈവം അടുത്ത് വരികയില്ല. സ്തോത്രം. ദൈവത്തിന് ഒരു പ്രമാണമുണ്ട്, ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ ദൈവം വസിക്കുകയുള്ളൂ. നാം ദൈവത്തിൻ്റെ പ്രതിരൂപമായി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഏത് അവസ്ഥയിലാണോ വസിക്കുന്നത്, അതുപോലെ നാമും ആയിരിക്കണം എന്ന് തന്നെയാണ് ദൈവം നിഷ്കർഷിക്കുന്നത്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ആമേൻ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, ആ വിശുദ്ധമായ അവസ്ഥയിൽ നാമും ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും. സ്തോത്രം. അതിൽ യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ പിന്നെ ഇയ്യോബ് അങ്ങനെ പറയുകയില്ലായിരുന്നല്ലോ. ആമേൻ. സർവശക്തനായ ദൈവം എൻ്റെ കൂടെ വസിച്ചിരുന്ന, അല്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരുന്ന ആമേൻ ആ നാളുകളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നത്. സ്തോത്രം. രണ്ടാമത് ആമേൻ ഇയ്യോബ് പറയുന്നു, എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അതെ, തൻ്റെ മക്കൾ 10 പേര് അകാലത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഈ 10 മക്കളും ഇയ്യോബിനോടൊപ്പം തൻ്റെ കൂടെ പ്രാർത്ഥനാമുറിയിൽ, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ, തൻ്റെ മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചിരുന്ന നല്ല അനുഭവങ്ങൾ ഇയ്യോബ് ഓർക്കുകയാണ്. അത് ഒരു ഐക്യത്തിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. മാതാപിതാക്കളുടെ കൂടെ കുഞ്ഞുങ്ങൾ ഒന്നിച്ചായിരിക്കുക. സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുക, അവരെല്ലാം ഒന്നിച്ച് ആമേൻ ഒരുപോലെ കണ്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക, അവരെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു അനുഭവമാണ്. സ്തോത്രം. ഇന്നത്തെ കാലത്ത്
ഒരു വീട്ടിലും നമുക്കത് കാണുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, പ്രായമായ മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, മാതാപിതാക്കളെ ഹല്ലേലൂയ ബഹുമാനിക്കണം, അവരെ കരുതണം, ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്നൊക്കെയാണ് സ്തോത്രം ഹല്ലേലൂയ ദൈവവചനവും ഹല്ലേലൂയ നിയമവും അനുശാസിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ചെയ്യുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. യോബിനത് അനുഭവിക്കാൻ സാധിച്ചെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. നാം ആ ലെവലിലേക്ക് ഉയരണം. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന അതേ ഒരു ലെവലിലേക്ക് നാം ഉയർത്തപ്പെട്ടാൽ നിശ്ചയമായും യോബിന് മാത്രമല്ല, ദാവീദിന് മാത്രമല്ല, ശലോമോന് മാത്രമല്ല, നമുക്കും ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കണ്ണുനീരോട് നിലവിളിക്കുമ്പോൾ അദൃശ്യമായ ഒരു കരം വന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, കുഞ്ഞെ നീ കരയണ്ട എന്ന് പറയുന്നത് കേൾക്കുവാനിടയായിട്ടില്ലേ? ഹല്ലേലൂയ. എനിക്കത് കേൾക്കുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിശ്ചയമായും നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ പിതാവ് നമ്മുടെ അടുക്കൽ ഓടി വരും. അവൻ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഏത് ഭാരമേറിയ വിഷയത്താലും ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ സ്തോത്രം, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹൃദയത്തോടെ ദൈവത്തെ നാം സേവിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മളെ സ്നേഹിക്കും, നമ്മുടെ കണ്ണുനീര് അവൻ തുടയ്ക്കും. അതുകൊണ്ട് ഹല്ലേലൂയ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന് അത് കാരണമായി തരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബ് ആഗ്രഹിച്ചതുപോലെ 42-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം ഹല്ലേലൂയ, തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി നൽകിയ ഒരു ദൈവത്തെ, ഇരട്ടിയായി നൽകി മാനിച്ച ദൈവത്തെ ഒരു നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും, സഹായിക്കും. ഞങ്ങൾ പിന്നെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കാരുണ്യവാനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല കർത്താവ് ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ വാത്സല്യ കർത്താവേ ഹല്ലേലൂയ സഹോദരങ്ങളെ കർത്താവേ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, പലവിധമായ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുകളാലും കർത്താവേ അവർ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. അത്ഭുതമന്ത്രിയായി അങ്ങ് വെളിപ്പെടണമേ. അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് സഹായിക്കണമേ. യോബിനെ സഹായിച്ച ദൈവമേ, ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും അവർക്കുണ്ട്. കർത്താവെ, ഒരു നല്ല ജോലിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അവിടുന്ന് വഴി തുറന്നു കൊടുക്കണമേ. വിവാഹം കഴിഞ്ഞ് അനേക വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ഭാരം അവർക്കുണ്ട്. കർത്താവെ, അവരെ അവിടുന്ന് സഹായിക്കണമേ. മക്കളെ നൽകി കർത്താവ് മാനിക്കണമേ. കർത്താവെ, നിന്നെ അപമാനവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിക്കുന്നത് പറ്റുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഒരു കർത്താവെ, സാമ്പത്തികമായ ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതലയക്കണമേ. കടഭാരത്തിൽ നിന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ അവരെ വിടുവിക്കണമേ. കർത്താവെ, ആരോഗ്യപരമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അങ്ങ് വിടുതലയക്കണം പറ്റുമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കൊന്നും അസാധ്യമല്ല കർത്താവെ. ഇതുപോലെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഭവനങ്ങളിൽ സമാധാനവും സന്തോഷമില്ലാതെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പൂർണ്ണമായിട്ടും ഹല്ലേലൂയ കർത്താവെ സ്നേഹത്താലും ദയയാലും കൃപയാലും അവരെ നിറയ്ക്കണ പറ്റുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൃത്യമായിട്ട് ഗൾഫ് മേഖലയിൽ കർത്താവെ നടന്നുകൊണ്ടിരിക്കുന്നതായ യുദ്ധത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അവിടുന്ന് വിടുതലയക്കണമേ. വേഗത്തിൽ ആ യുദ്ധത്തെ അവിടെ നിർത്തലാക്കി ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാട്ടിലേക്ക് കടന്നു വന്നിട്ട് ഹല്ലേലൂയ ജോലിക്ക് കടന്നു പോകാൻ കഴിയാതെ അയക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജോലിയൊന്നും നഷ്ടപ്പെട്ടു പോകാനിടയാകാതെ കർത്താവെ, വിമാന സർവീസുകളൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ യുദ്ധങ്ങളെ അവിടെ നിർത്തൽ ചെയ്ത് സഹായിക്കുന്ന പറ്റും അവിടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യുദ്ധമാർക്കും ഒരു നേട്ടവും ഇതുവരെ കർത്താവ് നൽകിയിട്ടില്ലല്ലോ. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് വേഗത്തിൽ കർത്താവെ അനുരഞ്ജനത്തിൻ്റെ വഴിയിൽ എല്ലാവരും കർത്താവെ ചർച്ചകൾക്കായി ഇറങ്ങുവാൻ കർത്താവ് സഹായിക്കണമേ. അവരെ പ്രേരിപ്പിക്കണമേ. വേഗത്തിൽ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്ത് കർത്താവ് സഹായിക്കണമേ. വിദേശത്ത് അയക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാ കർത്താവെ കാത്തുപുരാച്ചണമേ. ആർക്കും ഒരനർത്ഥം വരുവാൻ അവിടുന്ന് ഇടയാക്കുന്ന പറ്റും അവിടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവമേ, പ്രിയപ്പെട്ടവരെല്ലാം അവിടെ സഹായിക്കണമേ. കർത്താവ് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പൊതുവഴികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് പറ്റുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവ് വേഗത്തിൽ അവർക്ക് വഴി തുറന്ന് അവരെ സഹായിക്കുന്ന പറ്റുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സഖ്യത, അങ്ങയുടെ സാന്നിധ്യം കർത്താവെ അനുഭവിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നത് പറ്റുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയായ സ്തോത്രം, മഹത്വപ്പെടുന്നതിനായ സ്തോത്രം, സ്വലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
കരുണയുടെ ഉത്തരമുള്ളവരാകണേ സ്വർഗീയ പിതാവേ, ആമേൻ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അമ്മ വിശ്വസിക്കുക. നിശ്ചയമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ അരുളിയ കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. വിശ്വസിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.